മിഡിൽ ഈസ്റ്റിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഇതുവരെ കാണാത്ത ഒരു വൻ വഴിത്തിരിവ്. പശ്ചിമേഷ്യയിൽ ഇസ്രായേലിനും ഇറാന്റെ ഭീഷണികൾക്കും മധ്യേ ഒരു പുതിയ മൂന്നാം ശക്തി ഉയർന്നു വരികയാണ്. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ആ ചരിത്രപ്രധാനമായ പ്രഖ്യാപനം ലോകരാഷ്ട്രങ്ങളെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുകയാണ്. സൗദി അറേബ്യ, തുർക്കി, പാകിസ്ഥാൻ ഈ മൂന്ന് പ്രബല മുസ്ലിം രാജ്യങ്ങൾ ചേർന്ന് ഒരു പുതിയ സംയുക്ത പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നു. മക്ക ജോയിന്റ് ഡിഫൻസ് പാക്ട് എന്നറിയപ്പെടുന്ന ഈ കരാർ മിഡിൽ ഈസ്റ്റിന്റെ ഭാവിയെ എങ്ങനെ മാറ്റിയെഴുതും? കഴിഞ്ഞ വർഷം സൗദിയും പാകിസ്ഥാനും തമ്മിലുണ്ടാക്കിയ പ്രതിരോധ കരാറിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ തുർക്കിയെ കൂടി ഉൾപ്പെടുത്തി ഈ വൻ സഖ്യം രൂപീകരിച്ചിരിക്കുന്നത്. എന്നാൽ എന്തുകൊണ്ടാണ് ഈ മൂന്ന് രാജ്യങ്ങളുടെ കൂട്ടുകെട്ട് ലോക ശ്രദ്ധ ആകർഷിക്കുന്നത്? കാരണം വളരെ ലളിതമാണ്. ഈ മൂന്ന് രാജ്യങ്ങളും തങ്ങളുടേതായ മേഖലകളിൽ അതിശക്തരാണ്. പാകിസ്ഥാൻ അണുവായുധ ശേഷിയുള്ള ലോകത്തിലെ ഒരേയൊരു മുസ്ലിം രാജ്യം, അവരുടെ അനുഭവ സമ്പത്തുള്ള വലിയ സൈന്യവും മിസൈലുകളും. തുർക്കി നാറ്റോ അംഗമായ തുർക്കിയുടെ ലോകോത്തര ഡ്രോൺ സാങ്കേതിക വിദ്യയും അത്യാധുനിക ആയുധ നിർമ്മാണ ശേഷിയും. സൗദി അറേബ്യ ഈ സഖ്യത്തിനാവശ്യമായ മുഴുവൻ സാമ്പത്തിക ഭദ്രതയും ഉറപ്പാക്കുന്ന വൻ ധനശേഖരം. ഈ മൂന്ന് ശക്തികളൊന്നിക്കുമ്പോൾ ഉണ്ടാകുന്ന സൈനിക പ്രഭാവം ചെറുതല്ല. പുറമേക്ക് ഇതൊരു സ്വയം പ്രതിരോധ കരാറാണെന്ന് പ്രഖ്യാപിക്കുമ്പോഴും കൃത്യമായ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഇതിന് പിന്നിലുണ്ടെന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടുത്ത കാലത്തായി സുന്നി അച്ചുതണ്ട് രൂപപ്പെടുന്നതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അദ്ദേഹത്തിന്റെ ആ ഭയം ഇപ്പോൾ യാഥാർത്ഥ്യമാവുകയാണ്. പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷങ്ങളും ഇസ്രായേലിന്റെ ആക്രമണോത്സുകമായ നയങ്ങളും ഈ രാജ്യങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇറാന്റെയും അവരുടെ സഖ്യകക്ഷികളുടെയും ഭീഷണിയും സൗദിയെപ്പോലുള്ള രാജ്യങ്ങൾക്ക് വലിയ തലവേദനയാണ്. ചുരുക്കത്തിൽ ഇസ്രായേലിനും ഇറാന്റെ സൈനിക സ്വാധീനത്തിനും മധ്യേ തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാൻ ഒരു ബഫർ സോൺ അല്ലെങ്കിൽ പുതിയൊരു ശക്തി കേന്ദ്രം സൃഷ്ടിക്കുകയാണ് ഈ കൂട്ടുകെട്ടിലൂടെ ഇവർ ലക്ഷ്യമിടുന്നത്. മറ്റൊരു പ്രധാന ഘടകം അമേരിക്കയുടെ അസ്ഥിരമായ നയങ്ങളാണ്. ട്രംപ് ഭരണകൂടം തങ്ങളുടെ സഖ്യകക്ഷികളോട് സ്വന്തം കാര്യം നോക്കിക്കൊള്ളുക എന്ന നിലപാടിലേക്ക് പോയതോടെ സൗദിയും തുർക്കിയുമെല്ലാം ബദൽ മാർഗങ്ങൾ തേടാൻ നിർബന്ധിതരായി. അമേരിക്കയുടെ മുൻഗണന എപ്പോഴും ഇസ്രായേലിന് മാത്രമാണ് തിരിച്ചറിവും ഇനിയൊരു പ്രതിസന്ധി വന്നാൽ തങ്ങളെ സംരക്ഷിക്കാൻ വൻ ശക്തികൾ എത്തിയേക്കില്ലെന്ന ഭയവുമാണ് ഈ പുതിയ മക്ക കരാറിലേക്ക് വഴിതെളിച്ചത്. എന്നാൽ ഈ കരാർ പൂർണ്ണമായും വിജയിക്കുമോ? ചോദ്യങ്ങൾ ബാക്കിയാണ്. ഒരാൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണം എല്ലാവർക്കും നേരെയുള്ള ആക്രമണമായി കണക്കാക്കുമെന്ന് കരാറിൽ സൂചനയുണ്ടെങ്കിലും അത് നിർബന്ധമായും യുദ്ധത്തിലേക്ക് നയിക്കുമോ എന്ന് വ്യക്തമല്ല. പാകിസ്ഥാന് അഫ്ഗാനിസ്ഥാനുമായും ഇന്ത്യയുമായും തർക്കങ്ങളുണ്ട്. തുർക്കി കുർദിഷ് ഗ്രൂപ്പുകളുമായി യുദ്ധത്തിലാണ്. സൗദി ആവട്ടെ ഹൂത്തികളുടെ ആക്രമണ ഭീഷണിയിലുമാണ്. ഈ രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിനു നേരെ ആക്രമണമുണ്ടായാൽ മറ്റുള്ളവർ സൈന്യവുമായി രംഗത്തിറങ്ങുമോ എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഈ കൂട്ടുകെട്ടിലേക്ക് ഈജിപ്ത്, UAE തുടങ്ങിയ മറ്റു രാജ്യങ്ങളും കൂടി വരുമോ എന്നും ലോകം ഉറ്റുനോക്കുന്നു. ഏതായാലും പശ്ചിമേഷ്യയിലെ പഴയ സമവാക്യങ്ങളെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ അച്ചുതണ്ടുകളും സഖ്യങ്ങളും രൂപപ്പെടുമ്പോൾ ഇത് പ്രദേശത്ത് സമാധാനം കൊണ്ടുവരുമോ അതോ കൂടുതൽ വലിയൊരു യുദ്ധത്തിലേക്ക് വഴി തുറക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.